Hi, this video is sponsored by the Tej Steel Doors and Windows. ബ്രോ കല്യാണം കഴിക്കുന്ന പാർട്ണർ ബ്രോയെക്കാളും പ്രായം കൂടിയ ഒരാളെ വരണം കുറഞ്ഞ ഒരാൾ വരണം കുറഞ്ഞ ഒരാൾ. എന്തുകൊണ്ടാണ്? അതാ നമ്മളാദ്യം ചത്തു പോകുമ്പോ അവര് കാണുന്നുണ്ട്. അങ്ങനെ ഉണ്ടോ? പിന്നെ അതല്ലേ നല്ലത്. എന്തുകൊണ്ടാണ് ചേച്ചി അങ്ങനെ പറയാൻ കാരണം? അല്ല, ഏജ് ഒരുപാട് ഡിഫറൻസ് വരുമ്പോൾ അത് മാനസികമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നം ഉണ്ടാവും, ഈഗോ പ്രശ്നം ഉണ്ടാവും. അതിന് പ്രധാന സാക്ഷ്യം എന്തുകൊണ്ടാണ്? കാരണം അതിപ്പോ എല്ലാരും നടന്നു വരും, പണ്ട് തൊട്ടേ പറഞ്ഞല്ലേ ചെറുക്കന്റെ പ്രായം കൂടുതൽ പെണ്ണിന് പ്രായം കുറവ്. അതേപടി ഫോളോ ചെയ്യാന്നാണോ? അതുകൊണ്ടാണോ? വീട്ടുകാരുടെ തന്റെ ലൈഫല്ലേ, വീട്ടുകാർ പറയുന്നത് അനുസരിച്ച് ഫോളോ. അപ്പൊ അങ്ങനെ പ്രായം കൂടിയ ഒരാളെ കല്യാണം വെച്ച് എന്തെങ്കിലും പ്രയോജനം വിശ്വസിക്കുന്നുണ്ടോ? പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. കൂടുതലും കുഴപ്പമില്ല, കുറഞ്ഞാലും കുഴപ്പമില്ല. പ്രണയത്തിന് അങ്ങനെ കണ്ണു നോക്കുന്നില്ല. അപ്പൊ പിന്നെ നമുക്ക് നോക്കിക്കൂടെ? നോക്കാം, കുഴപ്പമില്ല. മൂത്തായാലും കുഴപ്പമില്ല, ഇളതായാലും കുഴപ്പമില്ല. ഹായ്, ഹലോ, നമസ്കാരം. റോക്ക് മീഡിയ, ദിസ് ഈസ് നെയിം ഹിയർ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചോദ്യം ഇതാണ്: നിങ്ങൾ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ പാർട്ണർ നിങ്ങൾക്കാളും പ്രായം കുറഞ്ഞ ആളാണോ കൂടിയ ആളാണോ? നമുക്ക് ചോദിച്ചറിയാലോ. നിങ്ങളെ ബ്രോ കല്യാണം കഴിക്കാൻ പാർട്ണർ ബ്രോയെക്കാളും പ്രായം കൂടിയ ആൾ വേണോ കുറഞ്ഞ ആൾ വേണോ? അങ്ങനെയൊന്നുമില്ല, സ്നേഹിക്കാൻ മനസ്സിലായ പരിപാടി. എന്നാലും ചുമ്മാ ഒരു ഇമാജിനേഷനില് കിട്ടണ പോലെ ഇരിക്കും. പ്രായം ഒരു വയസ്സ് കൂടുതലാണെങ്കിലും കുറഞ്ഞാലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ബ്രോയ്ക്ക് എന്താ ആഗ്രഹം? കൂടിയ ആൾ വേണോ കുറഞ്ഞ ആൾ വേണോ? അങ്ങനെയൊന്നുമില്ല, ആരായാലും മതി, കല്യാണം കഴിച്ചിട്ടാൽ മതി. അപ്പം നോർമലി നമ്മൾ പറയാണ് ഇപ്പൊ എല്ലാവരും കണ്ടുവരുന്ന ചെറുക്കന്റെ പ്രായം കൂടുതൽ പെണ്ണിന്റെ പ്രായം കുറവ്, അങ്ങനെ ഒരു ഇതാണല്ലോ. എന്തുകൊണ്ടാണ് അങ്ങനെ സിസ്റ്റം വിശ്വസിക്കുന്നത്? അങ്ങനെ എനിക്ക് വലിയ വിശ്വാസമില്ല അതിനോട്. അത് ഓരോരുത്തരുടെ കൾച്ചർ വെച്ചുള്ള ഇതാണല്ലോ. ഓരോരോ പണ്ട് തൊട്ടൊക്കെ ഫോളോ ചെയ്യുന്ന പഴമക്കാരുടെ ഒരു നമുക്കിപ്പോ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ല. ബ്രോയ്ക്കോ? പെണ്ണ് കിട്ടുന്നില്ലേ? അല്ല, ബ്രോയ്ക്ക് എങ്ങനെയാണ്? ബ്രോ കല്യാണം കഴിക്കാൻ പോകുന്ന ആള് ബ്രോയെക്കാളും പ്രായം കൂടിയ ആള് വേണോ കുറഞ്ഞ ആള് വേണോ? സ്നേഹിക്കാൻ മനസ്സുണ്ടായാൽ മതിയല്ലേ? ഇപ്പൊ എന്നാലും ചുമ്മാ ഒരു ഇമാജിനേഷന് എങ്ങനെയായിരിക്കും? സെയിം ഏജ് ആണെങ്കിൽ ഒന്നും കൂടി ബെറ്റർ. സെയിം ഏജ് ആയിട്ട് വരണമെന്നാണ് ആഗ്രഹം. എന്തുകൊണ്ടാണ് അങ്ങനെ ആഗ്രഹിക്കാൻ കാരണം? നമ്മളത് എല്ലാം സെറ്റ് ചെയ്ത് ഒരേ വൈബ് ആയിരിക്കുന്നല്ലേ? ഇപ്പൊ സപ്പോസ് ഇപ്പൊ ബ്രോ കല്യാണം കഴിക്കുന്ന ആള് ബ്രോയെക്കാളും പ്രായം കൂടിയ ആളാന്നിരിക്കട്ടെ, എന്തായിരിക്കും ലൈഫ്? എങ്ങനെയായിരിക്കും? കുഴപ്പമില്ല, അഡ്ജസ്റ്റ്. കാരണം എന്താ വെച്ചാൽ ഇപ്പൊ നോർമലി കണ്ടുവരുന്ന വെച്ചാൽ എല്ലാവരും പറഞ്ഞ പ്രായം കൂടിയ ആളാണ് കല്യാണം കഴിക്കുന്നെങ്കിൽ കുറച്ചുകൂടെ മെച്ചൂർഡ് ആയിരിക്കും കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ. പുള്ളിക്കാരി ഹാൻഡിൽ ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല, എങ്ങനെ പോയാലും ഹാപ്പി ആയിട്ട് പോകും. എടോ, തനിക്കോ? താൻ കല്യാണം കഴിക്കുന്ന ആള് തന്റെ പാർട്ണർ തന്നെക്കാളും പ്രായം കൂടിയ ആള് വേണോ പ്രായം കുറഞ്ഞ ആള് വേണോ? പ്രായം കൂടിയ ആള് വേണം. എന്തുകൊണ്ടാണ് പറയാൻ കാരണം? എന്നെക്കാൾ കുറച്ചും കൂടെ പക്വത വേണമെന്നുണ്ട്. അല്ല, കാരണം അതിപ്പോ പണ്ട് തൊട്ടേ കണ്ടുവരുന്ന പറഞ്ഞാണ് ചെറുക്കന് പ്രായം കൂടുതൽ പെണ്ണിന് പ്രായം കുറവ്, അങ്ങനെ അതേപടി ഫോളോ ചെയ്യാന്നാണോ? അതേപടി ഫോളോ ചെയ്യുന്നതല്ല. പെൺകുട്ടികൾ എങ്ങനെ വന്നാലും കുറച്ച് കഴിയുമ്പോൾ ഒരു കുട്ടിത്തരം ഉണ്ടാവും. അപ്പോൾ ബാക്കിയുള്ളവർ മുന്നിൽ എങ്ങനെ എത്രത്തോളം മാനേജും കാര്യങ്ങളൊക്കെ കുറച്ച് രീതിയിലൊക്കെ പഠിപ്പിക്കണമെന്നുണ്ടെങ്കിൽ 2 ഏജ് കൂടുതലുള്ള ആളാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ നന്നായിരിക്കും. അതുകൊണ്ടാണല്ലോ. ഇപ്പം സപ്പോസ് ചുമ്മാ ഒരു ഇമാജിനേഷൻ, ഇപ്പൊ താൻ കല്യാണം കഴിക്കുന്ന ആള് തന്നെക്കാളും പ്രായം കുറവാണെന്നിരിക്കട്ടെ, അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും ലൈഫ്? എങ്ങനെയായിരിക്കുന്നു? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, എങ്ങനെ വന്നാലും അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോയി സ്നേഹിച്ചു പോയി. എല്ലാരും പറഞ്ഞത് ഈ പ്രായം ഒന്നാമത്തെ കാര്യം പറഞ്ഞ പോലെ പ്രായം കൂടിയ ആളെ കല്യാണം കഴിക്കുന്നത് തന്നെ കുറച്ചുകൂടെ ലൈഫ് മെച്ചൂർഡ് ആയിരിക്കും, കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യായിരിക്കും. പ്രായം കൂടിയ ആളായിരിക്കും നോക്കുന്നത്. ഞാൻ ഇപ്പൊ പറഞ്ഞ പോലെ താനാണ് പ്രായം എന്നെക്കാൾ കുറഞ്ഞ ആളാണെന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ ലൈഫ് ഹാൻഡിൽ ചെയ്ത് ഞാൻ കൊണ്ടുപോകും. താൻ തന്നെ ഫാമിലി മാനേജ് ചെയ്യും. അങ്ങനെ ഒരു ലൈഫ് ആഗ്രഹിക്കുന്നുണ്ടോ ചോദിച്ചാൽ അങ്ങനെ എനിക്ക് താല്പര്യമില്ല. ഇല്ല, പണ്ടത്തെ പോലെ തന്നെ എനിക്ക് എന്നെ കൺട്രോൾ ചെയ്യാനും കുറച്ച് കാര്യങ്ങളിൽ ഒരു ആളായിട്ട് എനിക്ക് താല്പര്യമുണ്ട്. അങ്ങനെ ഒരാളെ വരട്ടെ കേട്ടോ. കൂടുതലും കുഴപ്പമില്ല, കുറഞ്ഞാലും കുഴപ്പമില്ല. പ്രണയത്തിന് അങ്ങനെ കണ്ണു നോക്കുന്നില്ല. അപ്പൊ പിന്നെ നമുക്ക് നോക്കിക്കൂടെ? നോക്കാം, കുഴപ്പമില്ല. മൂത്തായാലും കുഴപ്പമില്ല, ഇളതായാലും കുഴപ്പമില്ല. അല്ല, എന്നാലും ഏതായിരിക്കും കുറച്ചുകൂടെ കംഫർട്ടബിൾ? ഇളയ ഒരാളാണോ മൂത്ത ഒരാളാണോ? എനിക്ക് അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. മൂത്താകുമ്പോൾ കുറച്ചുകൂടി ഉണ്ടാവും, അങ്ങനെ ഇതൊന്നുമില്ല. മൂത്ത ഒരാളാണ് മെച്ചോർഡ് ആയിരിക്കുമെന്നാണോ, അതോ മൂത്ത ഒരാളാണ് ഇച്ചിരി മെച്ചോർഡ് ആയിരിക്കുമോ ഡിസിഷൻ എടുക്കുന്നത്? മെച്ചോർഡ് ആയിരിക്കും. പിന്നെ മാത്രമല്ല, ഇളയതാകുമ്പോൾ കുറച്ചുകൂടി നല്ലതാണ്.
പക്ഷെ നമുക്കായിരിക്കില്ല റെസ്പോൺസിബിലിറ്റീസും കാര്യങ്ങളും. ഒക്കെ നമുക്കായിരിക്കും. ഏതാ ബ്രോയ്ക്ക് ഏതാ കംഫർട്ടബിൾ, മൂത്തൊരാളാണോ ഇളയൊരാളാണോ? എനിക്ക് രണ്ടും കുഴപ്പമില്ല. ആരായാലും കിട്ടിയാൽ മതി. ആരായാലും കിട്ടിയാൽ മതി. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഇത് പറയാൻ കാരണം? പ്രായം അങ്ങനെ കുഴപ്പമില്ല, നമ്മൾ മനസ്സിലാക്കുന്ന ആളാണെങ്കിലും മനസ്സാണ് പോസിബിൾ ആണെന്ന് വിചാരിക്കുന്നുണ്ട്. കാരണം ഇപ്പം നടന്നു വരുന്ന നമ്മൾ സ്ഥിരം പാറ്റേൺ എന്ന് പറഞ്ഞാൽ ചെറുക്കനും പ്രായം കൂടുതൽ, പെണ്ണിന് പ്രായം കുറവ്, അങ്ങനെ ഒരു ഇതാണല്ലോ കണ്ടുവരുന്നത്. വീട്ടിൽ നമ്മൾ അങ്ങനെയാണ് കേട്ടും കണ്ടും വന്നുകൊണ്ടിരിക്കുന്നത്. അത് ബ്രേക്ക് ആവുമെന്ന് വിശ്വസിക്കുന്നില്ല. ഇപ്പോൾ കുറച്ച് പേര് സച്ചിൻ ടെണ്ടുൽക്കർ, അമിതാഭ് ബച്ചൻ അങ്ങനത്തെ കാലത്തല്ല, അത് ഇപ്പം നമ്മുടെ നാട്ടിലും മലയാളികളിൽ അങ്ങനെ പോസിബിൾ ആണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? അതെ, ഇപ്പോൾ പെണ്ണ് കാണുന്നുള്ള സങ്കല്പം മാറി ആണ് കാണൽ, ഫസ്റ്റ് ആണ് കാണലൊക്കെ കഴിഞ്ഞു. അപ്പോൾ അതേപോലെ ഒരു ചേഞ്ച് പ്രതീക്ഷിക്കാവോ? ആഗ്രഹമുണ്ടോ? തൻ്റെ ആഗ്രഹം എന്താണ്? അല്ല, ഇപ്പൊ ചുമ്മാ ഒരു ഇമാജിനേഷൻ. താനിപ്പോ തന്റെ പാർട്ണർ എങ്ങനെ ആവണമെന്നോ, പ്രായം കൂടിയ ആളാവണമെന്നോ കുറഞ്ഞ ആളാവണമെന്നോ എന്റെ ആഗ്രഹം? കൂടിയ എന്താണ് പ്രയോജനം? എന്താണ് ഇപ്പൊ പ്രായം കുറഞ്ഞാണെങ്കിലോ? പ്രായം കുറഞ്ഞാണെങ്കിൽ അത്ര സെറ്റിൽഡ് ഒന്നും ആയിരിക്കില്ലല്ലോ. ഫിനാൻഷ്യലി ഒന്നും ജോബൊന്നും ഇതൊന്നും ഒരേ ഏജ് ആണെങ്കിൽ രണ്ടും കണക്കാണ്. ഇപ്പം ഞാൻ പറയാം, ഇപ്പൊ നോർമലി ഇപ്പൊ എല്ലാവരും പറഞ്ഞു വരുന്നത് വെച്ചാൽ പ്രായം കൂടിയ ആളാണ് കല്യാണം കഴിക്കുന്നതെങ്കിൽ അവരായിരിക്കും ഫാമിലി മാനേജ് ചെയ്യുന്നത്, കുറച്ചുകൂടെ പ്രഷർ ആയിരിക്കും, മാനേജ്മെന്റ് മുഴുവൻ അവരായിരിക്കും ഹാൻഡിൽ ചെയ്യുന്നത്. ഇപ്പം തന്നെ ഒരു ചുമ്മാ ഒരു ഇമാജിനേഷൻ, തന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന ആള് തന്നെക്കാളും പ്രായം കുറഞ്ഞ ആളാണ്. അപ്പം ഈ പറഞ്ഞ എല്ലാ മാനേജ്മെന്റും തനിക്ക് വരത്തില്ല. അപ്പോൾ അത് ചെയ്യാൻ അങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ റെഡിയാണോ? അതെ, എന്തായാലും കുറച്ചുകൂടെ പ്രഷർ തനിക്കായിരിക്കത്തില്ലേ? കുറച്ച് മെച്യൂരിറ്റി ചിലപ്പോൾ കുറിച്ച് തന്നെ തനിക്കായി കൂടുതൽ അങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ റെഡിയാണോ? അന്നാ നോക്കാല്ലേ, അതോ കല്യാണം കഴിച്ചാൽ മതിയെന്നാണോ? ഏജ് അല്ല മാറ്റർ, മനസ്സാണ് മാറ്റർ അല്ലേ? കുറഞ്ഞ ഒരാൾ എന്തുകൊണ്ടാണ്? അതാ നമ്മളാദ്യം ചത്തു പോകുമ്പോ അവര് കാണുന്നുണ്ട്. അങ്ങനെ ഉണ്ടോ? പിന്നെ എന്തുകൊണ്ടാണ്? അല്ലാതെ വേറെ നല്ല റീസൺ എന്തെങ്കിലും ഉണ്ടോ? വേറെ റീസൺ എന്ന് പറഞ്ഞാ പ്രത്യേകിച്ച് ഒന്നുമില്ല. കുറഞ്ഞല്ലേ എപ്പോഴും കിട്ടുന്നേ. കുറഞ്ഞ ഒരാൾ മതിയെന്നാണ്. അല്ലെ ചേച്ചി ചേച്ചി എന്ന് വിളിച്ചുകൊണ്ട് നടക്കണേ. കല്യാണം കഴിഞ്ഞാലോ? ഇടങ്ങേറാവും. അങ്ങനെ ഒരു വിഷയം ഉണ്ടല്ലേ? എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? നമ്മളെക്കാളും കുറച്ചുകൂടെ അറിവുണ്ടാവും, നമ്മൾ ചെയ്യുന്ന തെറ്റുകളും കാര്യങ്ങളൊക്കെ ആള് നന്നായി പറഞ്ഞു തരും. അല്ല, ഇപ്പൊ അത് പണ്ട് തൊട്ടേ വരുന്നൊരു സിസ്റ്റം ആണല്ലോ. ഇപ്പൊ ചെറുക്കന് പ്രായം കൂടുതൽ, പെണ്ണിന് പ്രായം കുറവ്, അതുകൊണ്ട് അങ്ങനെ ഫോളോ ചെയ്ത് പോകാൻ തരത്തിലാണോ? അങ്ങനല്ല, മേ ബി പലർക്കും പല താല്പര്യങ്ങളാണല്ലോ. ചില ആൾക്കാർക്ക് പ്രായം കുറഞ്ഞ ആൾക്കാരെ കല്യാണം കഴിക്കുന്നതിനോട് താല്പര്യം, അല്ലെങ്കിൽ പ്രായം കൂടിയ ആൾക്കാരോടാണ് താല്പര്യം. പ്രായം എന്നെക്കാളും കുറച്ച് മെച്ചൂർഡായിരുന്ന ആളെ കല്യാണം കഴിക്കണം എന്നാണ് എന്റെ താല്പര്യം. പ്രായം കൂടുതലായ മെച്ചൂരിറ്റി വരുമെന്നാണോ വരുന്നത്? അങ്ങനെ ചോദിച്ചാൽ ഓരോരുത്തരുടെ ക്യാരക്ടർ അനുസരിച്ചല്ലേ, ആളുടെ സാഹചര്യം അനുസരിച്ചായിരിക്കും. ഇപ്പം അങ്ങനെ ഇൻ കേസ് കഴിച്ചെന്നിരിക്കട്ടെ, പ്രായം കൂടിയ ആളാണ് കല്യാണം കഴിച്ചെന്നില്ല, എന്തെങ്കിലും പ്രയോജനമാണ് കരുതുന്നുണ്ടോ? ലൈഫ് എന്തെങ്കിലും മെച്ചപ്പെടും എന്ന് കരുതുന്നുണ്ടോ? മനസ്സിലായില്ല. ഇപ്പൊ പ്രായം കൂടിയ ഒരാളെ കല്യാണം കഴിച്ചു, നാം പറഞ്ഞ കല്യാണം കഴിച്ചു, അപ്പൊ ലൈഫ് ഇച്ചിരി മെച്ചപ്പെടും എന്ന് വിശ്വസിക്കുന്നുണ്ടോ? നമ്മള് പെട്ടെന്ന് ഇന്ന് രാവിലെ എഴുന്നേറ്റ് പോയി കല്യാണം കഴിക്കല്ലോ, നമ്മളെല്ലാം കണ്ടും കേട്ടും അറിഞ്ഞൊക്കെയാണല്ലോ ഒരാളെ കല്യാണം കഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ മാക്സിമം നമ്മളെല്ലാ ആളുടെ ഇപ്പം ക്യാരക്ടർ ആണെങ്കിലും ആളുടെ ചുറ്റുപാടാണെങ്കിലും എല്ലാം കണ്ടും മനസ്സിലാക്കിയിട്ടല്ലേ നമ്മള് ഒരു വെഡിങ്ങിലേക്ക് നമ്മൾ ചിന്തിക്കുള്ളൂ. ഇപ്പൊ എല്ലാവരും പറയുന്ന പോലെ ഇപ്പൊ എല്ലാവരും പറയുന്ന പ്രായം കൂടിയ ഒരാളെയാണ് കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ പറഞ്ഞാലും പറഞ്ഞ പോലെ കുറച്ചുകൂടെ മെച്ചൂർഡ് ആയിരിക്കും കാര്യങ്ങൾ, അവരായിരിക്കും കൂടുതൽ കാലം ഡീൽ ചെയ്യുന്നത്. പ്രശ്നങ്ങൾ വന്നാലും ഫാമിലി മാനേജ്മെന്റും അവരായിരിക്കും ഹാൻഡിൽ ചെയ്യുന്നുള്ളത്. പണ്ടത്തെ ആ ഒരു കാഴ്ചപ്പാടല്ലേ ഇപ്പോഴത്തെ ജനറേഷനിൽ രണ്ടുപേർക്കും ഈക്വൽ ആയിട്ടല്ലേ എല്ലാം കാര്യങ്ങൾ ചെയ്തു പോകുന്നത്. അപ്പം മെയിൻസ് ആണെങ്കിലും വുമൻസ് ആണെങ്കിലും രണ്ടുപേരും ഒരു എന്താ ഫാമിലി ലൈഫിൽ രണ്ടുപേരും ഒരേപോലെ തന്നെയാണ് കാര്യങ്ങൾ ചെയ്യുന്നതെന്നാണ് ഞാൻ ഇപ്പോൾ വിശ്വസിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരേ പ്രായമുള്ള അല്ലെങ്കിൽ പ്രായം കുറഞ്ഞ ആളെ കല്യാണം കഴിച്ചുകൂടെ? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. ഇപ്പൊ സപ്പോസ് താൻ കല്യാണം കഴിക്കുന്ന ആള് തന്നെക്കാളും പ്രായം കുറഞ്ഞ ആളാന്നിരിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ എങ്ങനെയായിരിക്കും? കുറച്ചൊരു കുട്ടികളി കൂടും. അതായത് തനിക്ക് കൂടുന്നതാണോ പുള്ളിക്കാരൻ കൂടുന്നതാണോ? ഇപ്പം ലൈഫിൽ അങ്ങനെ ഒരു കാരണം അങ്ങനെ വരുമ്പോൾ തനിക്കായിരിക്കും റെസ്പോൺസിബിലിറ്റി കൊടുക്കുന്നത്, ഫാമിലി മാനേജ് ചെയ്യേണ്ടി വരുമായിരിക്കും, അങ്ങനെ ഫിനാൻഷ്യലി നോക്കേണ്ടി വരുമായിരിക്കും കുറച്ചുകൂടെ. അപ്പോൾ അങ്ങനെ മാനേജ് ചെയ്യാൻ റെഡിയാണോ? റെഡി. അങ്ങനെ കാരണം ഇപ്പം പണ്ടായിരുന്നു പെണ്ണ് കാണാൻ, ഇപ്പൊ ആണ് കാണൽ സിസ്റ്റം തുടങ്ങി. ഫസ്റ്റ്
അപ്പൊ അങ്ങനെ ഒരു ആണുങ്ങളിലോട്ട് തുടങ്ങി കഴിഞ്ഞു ഓൾറെഡി അങ്ങനെ. അപ്പൊ തനിക്ക് അങ്ങനെ പോയി കണ്ട് അങ്ങനെ ഒരു ചെയ്യാനാണ് താല്പര്യം? എനിക്ക് അങ്ങനെ ചോദിച്ചാൽ എനിക്ക് രണ്ടും എക്സ്പീരിയൻസ് ചെയ്യണം എന്നൊരു ആഗ്രഹമുണ്ട്. എനിക്ക് രണ്ടിനോടും താല്പര്യം. എങ്ങനെ ആണ് കണ്ട് കുറഞ്ഞ പ്രായമുള്ള ആളെ കല്യാണം ആണ് കാണാനും അതുപോലെ തന്നെ പെണ്ണ് കാണാനും അതെന്താണെന്ന് ജസ്റ്റ് കേട്ടറിവ് മാത്രമേ ഉള്ളൂ. അപ്പൊ അത് എക്സ്പീരിയൻസ് ചെയ്യണം. ഒരു ആണെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യണമാണ്. പക്ഷെ മാനേജ് ചെയ്യുന്നത് തന്നെക്കാളും പ്രായം കൂടിയ ഒരാളെ മാനേജ് ചെയ്യാനാണ് ഇഷ്ടം. ഇല്ല, കുഴപ്പമില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം എന്താണ്? മനസ്സല്ലേ ആദ്യം വേണ്ടത്. സ്നേഹിക്കാനുള്ള ഒരു ഇതല്ലേ വേണ്ടത്. സ്നേഹിക്കാനായിട്ടൊരു അതല്ലേ വേണ്ട. പ്രായം ഇപ്പൊ എത്ര പേര് അങ്ങനെ കല്യാണം കഴിക്കുന്നുണ്ട്, പ്രായം കൂടിയവരൊക്കെ. അത് മനസ്സാണ് കാര്യമല്ലേ ചേച്ചി? ഓരോരുത്തരുടെ ഡിപ്പെൻഡ്. ഇപ്പൊ പണ്ട് തൊട്ട് നമ്മൾ കണ്ടിരുന്നത് ചെറുക്കന് പ്രായം കൂടുതൽ, പെൺകുട്ടിക്ക് പ്രായം കുറവ്, അങ്ങനെ ഒരു ഇത് മാറണമെന്ന് വരുന്നുണ്ടോ? അവരോട് ഇഷ്ടം. അല്ല, ഇപ്പൊ പണ്ടൊക്കെ പറയുന്ന പെണ്ണ് കാണലാണ് കൂടുതൽ. ഇപ്പൊ ആണ് കാണലും തുടങ്ങി, അതിന്റെ തുടക്കം വിട്ടു. ഇപ്പൊ അങ്ങനെ ഇല്ലല്ലോ. ഇപ്പൊ അവനവന്റെ ഇഷ്ടത്തിനുള്ളതിനെ പെണ്ണ് ചെന്ന് കാണുക, അങ്ങനെയൊന്നും ഇല്ലല്ലോ ഇപ്പൊ. ഇഷ്ടമാണെങ്കിൽ കല്യാണം കഴിക്കാൻ ജീവിക്കാന്നുള്ളതാണല്ലേ ഇപ്പൊ. അത് ഇപ്പൊ പറഞ്ഞല്ലോ, പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ആണിന് വയസ്സ് കൂടുതൽ പെണ്ണിന് വയസ്സ് കുറവെന്ന് പറയുമ്പോൾ പറയുന്നത് വെച്ചാൽ ആൺകുട്ടികൾ മെച്ചുവേർഡ് ആവും, ഇച്ചിരി കാര്യങ്ങൾ ഫാമിലി മാനേജ് ചെയ്യും. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ശരിക്കും ഇപ്പോൾ ഓപ്പോസിറ്റ് ആയിട്ട് പെൺകുട്ടിക്കാണ് പ്രായം കൂടുതൽ, ചെറുക്കനാണ് പ്രായം കുറവെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇത് നടക്കുന്ന പോസിബിളാണെന്ന് വിചാരിക്കുന്നുണ്ടോ? ഇല്ല, പെണ്ണുങ്ങളല്ലേ ചില വീട്ടു കാര്യങ്ങളൊക്കെ നോക്കുന്നത്, മെച്ചുവേർഡ് ആയിട്ട് എല്ലാ കാര്യങ്ങളും നോക്കുന്നു. ആണുങ്ങൾ കൊണ്ട് ജസ്റ്റ് പൈസ കൊടുക്കുമല്ലേ ചെയ്യും അല്ലേ? അങ്ങനെ നോക്കിയിട്ട് കാര്യമില്ല. പെൺകുട്ടികൾക്കാണെങ്കിലും സാധിക്കും, ഉറപ്പായിട്ടും സാധിച്ചു. ഞങ്ങളൊക്കെ സാധിച്ചോണ്ടിരിക്കുകയാണ്. അതെ, നിങ്ങൾ ഇനി സാധിച്ചോണ്ടിരിക്കുകയാണ്. അപ്പം എപ്പോഴെങ്കിലും റിഗ്രറ്റ് ചെയ്യുന്നുണ്ടോ? അത് ചെയ്യുന്നുണ്ടോ ചേച്ചിയോ? എന്താ ഓവർ ഇത് പ്രഷറായി പോകുന്നതാണോ ചില സമയങ്ങളിൽ? ഇല്ലായിരുന്നെങ്കിൽ അങ്ങനെ അല്ലായിരുന്നെങ്കിൽ ലൈഫ് എങ്ങനെയായിരിക്കും ചേച്ചി ഡിസൈഡ് ചെയ്യുക? അതിനെക്കുറിച്ച് അങ്ങനെ വരുമ്പോഴല്ലേ ചിന്തിക്കാൻ പറ്റത്തുള്ളൂ. ബാക്കി ഇപ്പൊ എങ്ങനെയാണോ ഫൈറ്റ് ചെയ്ത് പോകാന്നുള്ളതാണ്. ഇപ്പൊ ചേച്ചിയുടെ അഭിപ്രായത്തിൽ ഈ പറഞ്ഞ പോലെ പെൺകുട്ടികൾ വയസ്സ് കൂടുതലാണെങ്കിലും മാനേജ് ചെയ്യാൻ പറ്റും, അങ്ങനെ ഒരു ഇത് വരുന്നതുകൊണ്ട് കുഴപ്പമില്ല. പേരുണ്ട്, നമുക്കറിയാവുന്നവർ തന്നെ എത്ര പേരുണ്ട്. അങ്ങനെയാണെങ്കിലും കുഴപ്പമില്ലല്ലേ? എന്തുകൊണ്ടാണ്? കാരണം അതിപ്പോ എല്ലാരും നടന്നു വരുന്നത് പണ്ട് തൊട്ടേ പറഞ്ഞ ചെറുക്കന്റെ പ്രായം കൂടുതൽ, പെണ്ണിന് പ്രായം കുറവ്, അതേപടി ഫോളോ ചെയ്യാവുന്നതാണോ? അതുകൊണ്ടാണോ വീട്ടുകാരുടെ? അപ്പൊ തന്റെ ലൈഫല്ലേ, വീട്ടുകാർ പറയുന്നത് അനുസരിച്ച് ഫോളോ. അപ്പൊ അങ്ങനെ പ്രായം കൂടിയ ഒരാളെ കല്യാണം വെച്ച് എന്തെങ്കിലും പ്രയോജനം വിശ്വസിക്കുന്നുണ്ടോ? പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. അപ്പൊ സപ്പോസ് തന്റെ ഇഷ്ടത്തിന് തനിക്ക് ഡിസിഷൻ തന്നിരിക്കട്ടെ, അപ്പൊ ആരെ ചൂസ് ചെയ്യും? വീട്ടുകാർ പറയാം നിന്റെ ഡിസിഷൻ പോലെ, നിന്റെ ലൈഫാണ്, നിന്റെ ഡിസിഷൻ പോലെ ചെയ്യാൻ പറയാൻ ഇഷ്ടപ്പെട്ട ആളെ പ്രായം കൂടിയ കുറഞ്ഞ ആളാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാൻ ചോദിക്കട്ടെ, പ്രായം കുറഞ്ഞ ആളാണെങ്കിൽ ലൈഫ് എങ്ങനെയായിരിക്കും? പറഞ്ഞു എല്ലാവരും ഒരു പ്രായം കൂടിയ ആളാണെങ്കിൽ ലൈഫ് കുറച്ചുകൂടെ മെച്ചൂർഡ് ആയിരിക്കും, പുള്ളിക്കാരനായിരിക്കും ഹാൻഡിൽ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം. അപ്പൊ തനിക്കാണ് പ്രായം കൂടുതൽ, പ്രായം കുറഞ്ഞ ആളാണ് കല്യാണം കഴിക്കുന്നത്, അപ്പൊ ലൈഫ് എങ്ങനെയായിരിക്കും? അതിപ്പോ അപ്പൊ തനിക്കായിരിക്കുമല്ലോ റെസ്പോൺസിബിലിറ്റി കൂടുതൽ, ഫാമിലിയൊക്കെ ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ റെഡിയാണോ? അവസരം അങ്ങനെ ഒരു വരുവാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ഫൈറ്റ് ചെയ്യാൻ റെഡിയാണ് താനോ? പറഞ്ഞ പോലെ തനിക്ക് എങ്ങനെയാണ്? പ്രായം കൂടിയ ഒരാളാണോ കല്യാണം കഴിക്കാൻ, പ്രായം കുറഞ്ഞ ആളോ കല്യാണം കഴിക്കണം? എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? എല്ലാരും ചെയ്യുന്നോണ്ട് ചെയ്യാന്നാണോ അതോ ഇങ്ങനെ? അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ? എല്ലാരും ചെയ്യുന്നോണ്ട് അങ്ങ് ചെയ്ത് പോവാന്നാണ്. സപ്പോസ് ഞാൻ ഈ പറഞ്ഞ പോലെ താൻ കല്യാണം കഴിക്കുന്ന ആൾ പ്രായം കുറഞ്ഞ ആളാന്ന് നിൽക്കട്ടെ, തനിക്കായിരിക്കുമല്ലോ റെസ്പോൺസിബിലിറ്റീസ്, അത് മാനേജ് ചെയ്യാൻ പറ്റുമോ? അങ്ങനെ തനിക്ക് പ്രായം കൂടിയ ആളല്ലേ ഇഷ്ടം. എന്നാലും അവസരം വരുവാന്നിരിക്കട്ടെ, എന്തായിരിക്കും അങ്ങനെ ഒരു അവസരം വന്നാൽ ചെയ്യാൻ റെഡിയാണോ? എങ്ങനെ ഫാമിലി ഒറ്റയ്ക്ക് മാനേജ്? ഞാൻ ചോദിക്കട്ടെ, ആ പ്രായം കൂടിയ ആളെ കല്യാണം കഴിക്കുന്ന പറഞ്ഞു, അങ്ങനെ എന്തെങ്കിലും പ്രയോജനം ഉണ്ടെന്ന് വിശ്വസിക്കുന്നു? ലൈഫിൽ എന്തെങ്കിലും മാറ്റം വരും എന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല. എന്നാലും അല്ല, ഞാൻ ചോദിക്കട്ടെ, കാരണം വെച്ചാൽ പലരും പറയുന്നത് പ്രായം കൂടിയ ആളെ കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ ലൈഫ് മെച്ചൂർഡാവും, കുറച്ചുകൂടി ഇതാവും. ഒരേ പ്രായത്തിൽ കല്യാണം കഴിച്ചാൽ ഒരേ വൈബാന്ന് പറയും. പ്രായം കുറഞ്ഞ ഒരാളെ കല്യാണം കഴിക്കണം കുറച്ചുകൂടെ കുട്ടികളികളായിരിക്കും, അങ്ങനെ ഒരു വേറെ മൂഡായിരിക്കും പറയുന്നത്. തന്റെ അഭിപ്രായത്തിൽ എങ്ങനെയാണ്? തനിക്കോ? അല്ല, അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ? അത് പ്രായം കൂടിയ ഒരാളെ കല്യാണം കഴിച്ചാൽ കുറച്ചുകൂടെ മെച്ചൂർഡ് ആയിരിക്കും,
ഒരേ പ്രായത്തിൽ കല്യാണം കഴിച്ചാൽ ഒരേ വൈബായിരിക്കും, നമ്മളെ മനസ്സിലാക്കുന്ന ഒരേ പാർട്ണറാണ്. എന്തോ അങ്ങനെ പ്രായം കുറഞ്ഞതാണ് കണ്ടീഷൻസ്. അപ്പം അങ്ങനെ ഉള്ളപ്പോൾ തനിക്കായിരിക്കില്ലേ റെസ്പോൺസിബിലിറ്റി? താൻ പറയുന്ന പോലെ തനിക്ക് എക്സ്പീരിയൻസ് കൂടുതൽ, സെയിം ഒരേ ഏജ് ഉള്ളവരെ അങ്ങനെയൊന്നുമില്ല. കല്യാണം കഴിച്ചാൽ മതിയാണോ? അല്ല, എന്നാലും ഉണ്ടാവൂലേ ബ്രോയ്ക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആരാണ്? പ്രായം കൂടിയ ഒരാളാണോ കുറഞ്ഞ ഒരാളാണോ? കുറഞ്ഞ ഒരാളാണ്. അപ്പൊ എന്താണ് ബ്രോ എന്താണ് പ്രത്യേകത? എന്താണ് കുറഞ്ഞ ഒരാളാകുമ്പോ? അങ്ങനെ വെച്ചറിയില്ല. അല്ല, ഇപ്പം ഓരോരുത്തർ പറയാണ് ഇച്ചിരി മെച്ചൂർഡാണ് അങ്ങനത്തെ ഇതൊക്കെ. സീരിയസ് ആയിട്ട് ബ്രോയുടെ അഭിപ്രായത്തിലെങ്കിലും ബ്രോ കല്യാണം കഴിക്കാൻ പോകുന്ന പാർട്ണർ ബ്രോയെക്കാളും പ്രായം കൂടിയ ഒരാളാണോ കുറഞ്ഞ ഒരാളാണോ? അല്ല, ഇപ്പൊ ഉത്തരം പറഞ്ഞാൽ ശരിയാവില്ലല്ലോ. അല്ല, ചുമ്മാ അഭിപ്രായം, നമ്മുടെ ഇമാജിനേഷൻ ആവുമല്ലോ. അല്ല, പിന്നെ ഇതിപ്പോ പറഞ്ഞ പിന്നെ റിഗ്രറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെയൊന്നും ഇല്ല. ഇത് നമ്മൾ പറഞ്ഞപ്പോഴും ലൈഫിൽ നടക്കണമെന്നില്ലല്ലോ, നമ്മുടെ ഇമാജിനേഷൻ ആണല്ലോ. കൂടിയവരായ കുഴപ്പമില്ല. കൂടിയ ഒരാളാണ് ലൈഫിൽ വരുന്നതെങ്കിൽ ഉണ്ടാകുന്ന ഗുണം എന്താണെന്ന് വിശ്വസിക്കുന്നത്? ഒന്നുമില്ല, എക്സ്പീരിയൻസ് അങ്ങനെയല്ല, ജീവിത അനുഭവങ്ങളൊക്കെ ഇച്ചിരി മെച്ചൂർഡാണ് ലൈഫിൽ, ഇച്ചിരി സീരിയസ് ആയിട്ട് മെച്ചൂരിറ്റി ഒക്കെ അങ്ങനെ അളക്കാനൊന്നും പറ്റൂലല്ലോ. അതൊക്കെ അവനവന്റെ ഇതിൽ തന്നെ ഇരിക്കുമല്ലേ? എന്റെ മെച്ചൂരിറ്റി എന്റെ കയ്യിലിരിപ്പ് പോലെ ഇരിക്കും, അത് ഞാൻ ഡിസൈഡ് ചെയ്യുന്നത്. അപ്പം ബ്രോയ്ക്ക് പ്രായം കൂടിയ ഒരാൾ വരണമെന്നാണ് ആഗ്രഹം? ഇല്ലാണ്ടൊന്നുമില്ല. അതെ, പ്രായം കൂടിയ ഒരാളാണ് ലൈഫിൽ വരുന്നതെങ്കിൽ നല്ലൊരു മാറ്റം വരുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഇച്ചിരിയുടെ ലൈഫ് ഓർഡർ ആവുന്നാണോ? ഓർഡർ ഒന്നും ആവില്ല. ഓർഡർ പഴയ പോലെ തന്നെ, എന്നാലും എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാവില്ല. പ്രായം കൂടിയ ആളാണ്, സോഷ്യൽ നോംസിനൊക്കെ എതിരായോണ്ട് അങ്ങനെ ഒരു ഇതാവുള്ളതുകൊണ്ട്. എങ്ങനെ ഒരേ ഏജ് ആവണമെന്ന് ആഗ്രഹം, അല്ലെങ്കിൽ എന്നെക്കാട്ടിലും കൂടുതൽ. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? കുറച്ചും കൂടെ മെച്ചോർഡ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ തന്നെക്കാളും അപ്പൊ അത് നമ്മുടെ സ്ഥിരം കണ്ടുവരുന്ന ഒരു പാറ്റേൺ ആണല്ലോ, ചെറുക്കന് വയസ്സ് കൂടുതലും പെണ്ണിന് വയസ്സ് കുറവും. അത് ബ്രേക്ക് ചെയ്യണമെന്ന് തോന്നിയിട്ടുണ്ടോ എപ്പോഴും? അതൊക്കെ ഓരോരുത്തരുടെയും പേഴ്സണൽ ചോയ്സ് അല്ലേ, അതിൽ എനിക്കൊന്നും പറയാനില്ല. അതെ, ഇപ്പം തനിക്കിപ്പോ കാരണം വയസ്സ് കൂടുതലുള്ള ഒരാൾ വരണമെന്ന് പറഞ്ഞു. ഇപ്പൊ അങ്ങനെയുള്ളപ്പം റെസ്പോൺസ് ഇപ്പൊ താനാണ്, ഇപ്പൊ തനിക്ക് വയസ്സ് കൂടുതലാണ്, വരുന്ന പയ്യന് വയസ്സ് കുറവാണെന്ന് ഇരിക്കട്ടെ, അപ്പൊ തനിക്കായിരിക്കുമല്ലോ ഇച്ചിരി മെച്ചൂരിറ്റി കൂടുതലും കാര്യങ്ങൾ ഡിസ്റ്റൻസ് ചെയ്യാനുള്ള അങ്ങനെ ഒരു ലൈഫ് വേണമെന്ന് എപ്പോഴും തോന്നിയിട്ടുണ്ടോ? ഇല്ല. എന്തുകൊണ്ടാണ് എനിക്കറിയില്ല, അങ്ങനെ തോന്നിയിട്ടില്ല. സ്ഥിരം പോകുന്ന പാറ്റേൺ തന്നെ പോയാൽ മതി എന്നാണ്. അതായത് എന്താണ് അങ്ങനെ പറയാനുള്ള കാരണം? എപ്പോഴെങ്കിലും മാരേജ് ലൈഫ് അങ്ങനെയെങ്കിലും എപ്പോഴും ഇമാജിൻ ചെയ്തിട്ടുണ്ടോ? ഒന്നുമില്ല, പോകുന്ന ട്രാക്കിലൊക്കെ പോട്ടെ അല്ലേ? അതല്ലേ നല്ലത്. എന്തുകൊണ്ടാണ് ചേച്ചി അങ്ങനെ പറയാൻ കാരണം? അല്ല, ഏജ് ഒരുപാട് ഡിഫറൻസ് വരുമ്പോൾ അത് മാനസികമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നം ഉണ്ടാവും, ഈഗോ പ്രശ്നം ഉണ്ടാവും. അതിന് പ്രധാന സാക്ഷി അല്ല, അതിന് ഉദാഹരണം ഞാനാണ്. ചേച്ചി കല്യാണം കഴിച്ചത് പ്രായം കൂടിയ ആളാണ്? അല്ല, പ്രായം കൂടിയ ആളെയാണ്. അല്ല, പ്രായം കൂടിയ ആളെന്നേക്കാളും 10 വയസ്സിന് മുമ്പുള്ള ആളെയാണ് കല്യാണം കഴിച്ചത്. അപ്പം അത് ഭയങ്കര ഈഗോ പ്രശ്നമായിട്ട് അതിൻ്റെ ഒരുപാട് തിക്താനുഭവങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഏജ് ഒരു 5 വയസ്സ് അത്രയും പോലും വേണ്ടാന്നാ ഞാൻ പറയുള്ളൂ. 2 വയസ്സ് സെയിം ഏജ് ഒക്കെ ആണെങ്കിലും കുഴപ്പമില്ല. അല്ലെങ്കിൽ 1 വയസ്സും 2 വയസ്സും. അല്ലാതെ മൂത്തതും ഇളയതും അങ്ങനെ ആവാതിരിക്കണതും നല്ലതാണ്. ഒരുപോലെ ആണെങ്കിൽ ഒരേപോലത്തെ ഇത് കിട്ടും രണ്ടുപേർക്കും. അതാണ് കുറച്ചുകൂടെ മെച്ചമെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, ഇപ്പൊ ഇതേ പറയാം, പെൺകുട്ടിക്കാണ് വയസ്സ് കൂടുതൽ, ചെറുക്കനാണ് വയസ്സ് കുറവെന്നിരിക്കട്ടെ, അങ്ങനെ സംഭവിച്ചാൽ അങ്ങനെ സംഭവിച്ചാലും കുഴപ്പമൊന്നും അതൊന്നും പ്രശ്നമില്ലല്ലോ. അത് തന്നെ മാനസികമായിട്ടുള്ള പൊരുത്തമുണ്ടെങ്കിൽ അത് ഏജ് ഒരു പ്രശ്നമല്ല, ഏജ് ഒരു വിഷയമല്ല. ഇപ്പൊ നോർമലി കണ്ടുവരുന്ന ഈ പ്രായം കൂടിയ ആളെ കെട്ടിക്കുന്ന വെച്ചാൽ അവർ പറയുന്നത് വെച്ചാൽ കുറച്ച് മെച്ചൂർഡ് ആയിരിക്കും, കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാനായിട്ട് അവർ വെറുതെ തോന്നലാണ്. ചിലപ്പം പ്രായം ഏജ് കൂടുതലാകുമ്പോൾ ചിലപ്പം വീട്ടിലെ ഏറ്റവും ഇളയ ആളായിരിക്കും ആ ആള്. അപ്പൊ ആ ചിന്താഗതി ആ ഇളയാളുടെ ചിന്താഗതി. അപ്പൊ അതുകൊണ്ട് അങ്ങനെ നോക്കാൻ പറ്റത്തില്ല. അതൊക്കെ ഏജിന്റെ ഇതിന്റെ ഒന്നും നോക്കണ്ട, മാനസികമായിട്ടുള്ള പൊരുത്തം, മനസ്സിന്റെ പൊരുത്തമാണ് വലുതല്ലേ, അതാണ് ഏറ്റവും വലുത്. അല്ലാതെ ഏജ് ഒന്നും ഒരു വിഷയമല്ല. ചേച്ചിക്ക് എന്താ അതായത് കല്യാണം കഴിക്കുന്ന ചെറുക്കന്റെ പ്രായത്തിനേക്കാൾ പെണ്ണാണ്? ഇവര് പറഞ്ഞ അഭിപ്രായം തന്നെയാണ്, സെയിം ഏജ് തന്നെ. ഒന്നെങ്കിൽ സെയിം ഏജ് അല്ലെങ്കിൽ 1 വയസ്സ് 2 വയസ്സ് മൂത്തതാണ്. ഇപ്പോൾ ചേച്ചി വിശ്വസിക്കുന്നുണ്ടോ? ഇപ്പോൾ ഒരു പെൺകുട്ടിക്കാണ് പ്രായം കൂടുതൽ എന്നിട്ട് ചെറുക്കനാണ് പ്രായം കുറവെന്നുണ്ടെങ്കിൽ അവർ ഒരു ഫീമെയിൽ തന്നെ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ലീഡ് ചെയ്യും, മാനേജ് ചെയ്യും, അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ? അങ്ങനെ വിശ്വസിക്കുന്നുണ്ട്. അല്ലല്ല ഇതൊന്നുമല്ല.
അങ്ങനെ വിശ്വസിക്കുന്നു. അങ്ങനെ വിശ്വസിക്കുന്നുണ്ട്. ഒരു ഫീമെയിലിനെ കൊണ്ടും അങ്ങനെ ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു മാറ്റം പറഞ്ഞു. ഇപ്പൊ പണ്ടൊക്കെ പറയുന്നത് ആണ് കാണൽ എന്ന് പറയുന്ന സംഭവം ഇല്ല. അപ്പൊ അങ്ങനെ ആണ് കാണലും തുടങ്ങി. അപ്പൊ ഇനി അങ്ങനെ ഒരു സിസ്റ്റം കൂടെ, അതായത് പെൺകുട്ടിക്ക് പ്രായം കൂടുതൽ ചെറുക്കിന് പ്രായം കൂടുതൽ, അങ്ങനെ ഒരു വിശ്വസിക്കുന്നുണ്ടോ? പിന്നെ ഞങ്ങളുടെയൊക്കെ കാലത്ത് പെണ്ണ് കാണാനാണ് വന്നത്. പെണ്ണ് കണ്ടു, പിന്നെ കല്യാണം കഴിഞ്ഞ് പോകുമ്പോഴാണ് പെണ്ണ് ചെറുക്കൻ്റെ വീട് കാണുന്നത്. ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെയല്ല. കല്യാണം ഉറപ്പിച്ചു കഴിയുമ്പോൾ ചെറുക്കൻ്റെ വീട് കാണാൻ പെണ്ണ് പോകുന്നുണ്ട്. പെണ്ണ് വീട് ചെന്നതിന് ശേഷമാണ് അവർ കല്യാണം ഫിക്സ് ചെയ്യുന്നത്. ആലോചിച്ച് നടത്തുന്ന കല്യാണങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ്. അതും ഒരു കണക്കിൽ നല്ല കാര്യമാണ്. കാരണം അവര് പോയി ജീവിക്കേണ്ട വീട് അവര് കണ്ടിരിക്കുന്നത് നല്ലതാണ്. അങ്ങനെ വേണമല്ലേ? അങ്ങനത്തെ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഓപ്ഷൻ ഇല്ലായിരുന്നല്ലേ? ഓപ്ഷനൊക്കെ ഉണ്ടായിരുന്നു. രക്ഷപ്പെട്ടാലേ. റിഗ്രറ്റ് ചെയ്യുന്നുണ്ടോ? ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ എല്ലാവരും അഭിപ്രായം കേട്ടല്ലോ. അവരുടെ കല്യാണം കഴിയുമ്പോൾ അവരുടെ പാർട്ട്ണറെ കുറിച്ചുള്ള എക്സ്പെക്ടേഷൻ എന്തൊക്കെയാണ്? പ്രായം കുറഞ്ഞ ആൾ വേണം, പ്രായം കൂടിയ ആൾ വേണം, കുറഞ്ഞ ആൾ വന്നാൽ എന്തൊക്കെയാണ് എക്സ്പെക്ടേഷൻ, കൂടിയ ആൾ വന്നാൽ എന്തൊക്കെയാണ് എക്സ്പെക്ടേഷൻ എന്നൊക്കെ ഉള്ളത് നിങ്ങളുടെ അഭിപ്രായത്തിൽ നിങ്ങൾ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തി പ്രായം കൂടിയ ആളാണോ കുറഞ്ഞ ആളാണോ ഞങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടാതെ എന്തുകൊണ്ടാണെന്ന് പറയട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയൊരു ചോദ്യം കാണുന്നത് എനിക്ക് സരിക്കും.